ഗൈസ് എല്ലാവർക്കും പരാതിയാണ് എന്റെ കുട്ടീനെ ആർക്കും ഇപ്പൊ വീഡിയോ ഇട്ടിട്ട് ആരും വീഡിയോയില് കാണുന്നില്ല, ആർക്കും കാണാൻ കിട്ടുന്നില്ല. ബിസി ആയത് മാത്രല്ല ഓള് നടക്കാൻ തുടങ്ങി. ആരൊക്കെ കമന്റ് ഇട്ടിന് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓളെ പിന്നാലെ നടന്ന് നിങ്ങൾ പൂതിയിടുന്നല്ലാതെ. സത്യാണ് കേട്ടാ, എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, അതാണ് രസം. നമുക്ക് അവളെ കാല് കെട്ടിട്ട് വളർത്താം, അതാ നല്ലത്. കാരണം കിട്ടണില്ലേ, പിടിക്കാൻ കിട്ടണില്ല. ഓൾക്കാണെങ്കിൽ പിടിക്കേണ്ടതും ഇഷ്ടമല്ല, അപ്പൊ വീഡിയോ എടുക്കാനും സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല. പിന്നെ ഒരാളപ്പൊ കളിക്കേണ്ടതൊന്നും ഇഷ്ടമല്ല. ഒറ്റക്ക് ഒരു മൂലക്കിലോ ഒരു ബോൾ എടുത്ത് ആ ബോളായിട്ട് അവിടെ ഒരൊറ്റക്ക് മൂലക്ക് കളിച്ചിരിക്കും. നമ്മള് കണ്ണെട്ടിച്ചാൽ ചിലപ്പോ എന്തെങ്കിലും മുത്തെന്തെങ്കിലും എടുത്ത് വായിടാൻ നോക്കും, അതുണ്ട്. ആ അപ്പൊ വായ തുറക്കൂല, ജീവ വായിച്ചാ വായ തുറക്കൂല. ഇതാ ഇപ്പൊ ഒന്ന് ക്ലിയർ ആയി കണ്ടോളി. ഇതാ ഉറങ്ങുമ്പോഴാണ് ഞങ്ങൾക്ക് ഒന്ന് മര്യാദക്ക് കിട്ടുന്നത്. പറന്നടക്കും. പിന്നെ അതിന്റെ ഇടയിൽ ഒരു വിശേഷം ഉണ്ടായത്, ജുബിയും ജീവൻ കൂടിയും നല്ല അടിപൊളിയായിട്ടൊന്ന് വീണു. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു വരുമ്പോഴാണ് വീണത്. ബട്ട് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ഒന്നും പറ്റിയില്ല. അല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഓള് ഫ്ലാറ്റ് ഷെൽഫായിരുന്നു ഇട്ടിരുന്നത്. അതൊരു കാരണം. പിന്നെ ആ ഹോട്ടലിൽ ഇങ്ങനെ ഒരു നിരപ്പാണ്, സോ അതിൽ ചവിട്ടിയിട്ട് അതിന്റെ ചവിട്ടിയിട്ട് നീങ്ങാണ് വീണത്. ആ ഇവിടെ ഒരു പിടിക്കല, അവിടെ ഒരു വീക്കുണ്ട്. ഞാൻ വിചാരിച്ച എല്ല് പൊട്ടിയെന്ന്, കാരണം അത്രയും നേരം ഓള് കൈ പൊക്കിയില്ല. സോ ഞങ്ങൾ മിംസിൽ എമർജൻസി പോയി എല്ലിന്റെ ഡോക്ടറെ കാണിച്ച് ഫുള്ള് തെട്ടും പുറത്തൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. ഡോക്ടർ പറഞ്ഞ് 100% പെർഫെക്റ്റ് ആണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ ജുബി പറഞ്ഞ് അല്ല, നമുക്കൊരു എക്സ്റേ എടുത്ത് കളയാന്ന്. എന്നിട്ട് എക്സ്റേ എടുക്കാൻ നേരത്തെ പറഞ്ഞ് വേണ്ട, എക്സ്റേ വേണ്ടാന്ന്. ഇനി അപ്പൊ വട്ടായതാണോ എനിക്കറിയാം. ഇഞ്ചക്ഷൻ പേടിയാണ്. പക്ഷെ അപ്പൊ സത്യം പറഞ്ഞ ജുബിക്ക് കൈ കൊണ്ടാണെങ്കിൽ പൊക്കാനും വയ്യ, കൈക്കല് ജീവുണ്ടായിന്. അല്ല ജീവനോള് കെട്ടിപ്പിടിച്ചാ വീണത്. പക്ഷെ ഒരു കണക്കിന് ജീവുള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഊരൊക്കെ സേവ് ആയത്. കാരണം ഓളപ്പോൾ ബെൻഡായി. ആ നല്ല നീര് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് ശരിക്കും 2 ദിവസം മര്യാദക്ക് വീഡിയോ ഇടാല്ലേ. സംഭവം നടന്ന് മിനിഞ്ഞാന്നില്ല, 2 ദിവസമായില്ലേ. മിനിഞ്ഞാന്ന് രാത്രി നമ്മള് ഫുഡ് കഴിക്കാൻ പോയപ്പോ ഷോപ്പ് ക്ലോസ് ചെയ്ത് പോയതാണ്. എന്തായാലും ഒന്നും പറ്റിയില്ല, ജീവനൊന്നും പറ്റിയില്ല. അല്ല ഒന്നും പറ്റിയില്ല, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എന്ന് ഞാൻ പറഞ്ഞതാണ്. എന്ത് ജീവക്കുന്ന എന്നാ പിന്നെ നോക്കി നടന്നോടെ. അന്ന് വൈകുന്നേരം കാൽമലില്ലേ ഈ ആങ്കറല്ലേ ഡ്രസ് തൂക്കണ നമ്മളിവിടുത്തെ ആങ്കർ കട്ടിൽ നല്ല മരത്തിന്റെ മുകളിലേക്ക് വീണപ്പോ കാല് പച്ച തലിച്ചു. അപ്പൊ ഞാൻ മനസ്സിലായി എനിക്കെന്തോ വലുത് വരാണ്ടല്ലോ. അങ്ങനൊന്നും വിചാരിക്കല്ലേട്ടാ, ഒന്ന് പയച്ചാ 3 കൂടി ഉണ്ട്, അപ്പൊ ഒന്ന് ബാക്കി, അത് മറക്കണ്ട. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണില്ല. അപ്പൊ ഓട് പൊട്ടി തലിക്ക് വീണാലോ. ഓട് പൊട്ടില്ലല്ലോ, റൂം മറ്റേത് വെച്ചിട്ടില്ലേ. ഏത് വെച്ചിട്ടില്ലേ? മറ്റേ സാധനം എന്താ പറയണേ, ഇങ്ങനെ വെച്ച താങ്ങും സാധനം. അല്ല എന്നെ പറയും എന്താ പേരെന്താ? അതെ ജിപ്സൺ ആണോ ഉദ്ദേശിച്ചത്? അതന്നെ ജിപ്സൺ. ജിപ്സൺ മുകളിലട്ട, മുകൾ നേരം അതന്നെ അയാളല്ല ഉദ്ദേശിച്ചത്. ഓക്കെ അപ്പൊ നല്ലൊരു വീക്ക് അവിടെ കാണുന്നത്, തൊടാൻ സമ്മതിക്കൂല. അതാണ്ടോ ആ വീണിന്റെ സ്ക്രാച്ചുകളാണ് അവിടെ കാണുന്നത്. അത്യാവശ്യം നല്ല സ്ക്രാച്ച് ഉണ്ട് അവിടെ. അല്ല ജീവു ഇവള് ഹോസ്പിറ്റലില് കഴിഞ്ഞ് വരുന്ന വരെ ബേജാറ്, കരച്ചില് ബേജാറ്. കാരണം ഓളും കൂട്ടിയാണല്ലോ വീണത്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞപ്പോ ഇന്നലെ ഞാൻ ചോദിച്ചു, ജീവു മമ്മ എങ്ങനെ വീണത്? പത്തോ ഒരു വീട് കാണിച്ചു തരുമോ? പത്തോ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലേ, കാരണം അങ്ങനെ ഒരു മൂഡിലാണ്. പത്തോ മറ്റേ ചിന്നൂര് മോൾട്ടിക്കൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ, പത്തോ പാവാണ്. അപ്പം ഇന്നിപ്പം പെരുന്നാളിന്റെ തിരക്ക് തുടങ്ങി. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് വൃത്തിയില്ലാഞ്ഞിട്ടല്ലോ ആ കാണുന്നത് ഫുള്ള്. അല്ല അപ്പുറത്തെ ലോട്ട് എന്നിട്ട് എന്താ പറയാ, ഭയങ്കര തിരക്ക്. ഞാൻ രാവിലെ തുടങ്ങിയ ഷൂട്ടാണ്, ഇപ്പോഴാണ് ഷൂട്ട് കഴിഞ്ഞു. ഇപ്പൊ നമ്മള് വീഡിയോ എടുക്കുന്നത് ഒരു 7:30 മണിയൊക്കെ, 7:30. ഇനി ഒന്ന് പോയിട്ടൊന്ന് ഫുഡ് കഴിക്കണം. പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ഈ പാർസൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊറിയർ ചെയ്തലാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് ഉണ്ടാവും. ഇത് നമുക്ക് തോന്നുന്ന അതിനെടുത്തന്നെ ചെയ്തിടാൻ പറ്റില്ലല്ലോ. ഡാമേജ് ചെക്ക് ചെയ്യണം, സാധനം മടക്കിയല്ല വൃത്തിയിലാക്കി പാക്കാക്കി അങ്ങനെയൊക്കെയല്ലേ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഇന്നലെ മുതൽ എന്താണെന്നറിയില്ല ഒരു വയറുവേദന പിന്നെയും തുടങ്ങി.
എന്തോ ഒരു ഫുഡ് കഴിച്ചത് ബാസിക്കൊക്കെ വാങ്ങി തന്നത് പറ്റിയിട്ടില്ല. ബാസിത്ത ഇപ്പൊ വാങ്ങി തന്നതാണ് കുഴപ്പം. അപ്പൊ വാങ്ങി തരണ്ട. വാങ്ങി തരണം. വാങ്ങി തരണം. എല്ലാത്തിലും ബാസിക്കാക്കാണ് പ്രതിയാക്കേണ്ടതിനാ. ഇത്രയും കാലങ്ങൾ ഇന്നല്ലേ പ്രതിയാക്കിയത്? ഫുഡ് പോയിസൺ ഉള്ള ഒരു സാധനമായി തിന്നുക. ഫുഡ് പോയിസൺ ഇപ്പൊ ഞാൻ വാങ്ങി തരുമ്പോ ഞാൻ അറിയാലോ ഫുഡ് പോയിസൺ ആണ്. അല്ലെങ്കിൽ ഇജ്ജ് കാക്കോയാണ് തിന്നെങ്കിൽ ഞാൻ മുക്കാക്കോയാ തിന്നിട്ടുണ്ട്. ഐ മീൻ എന്താ പറയാ, ഒരു ഫുള്ള് ചിക്കൻ ഞാൻ തന്നെ തിന്നിക്കണേ. എന്നിട്ട് എനിക്കൊരു കുഴപ്പമില്ലല്ലോ. അപ്പൊ ഷവായ അല്ല, പിന്നെന്താ ജ്യൂസ്, മാംഗോ ജ്യൂസ് ഫുഡ് പോയിസൺ ആവുമെന്ന് എനിക്കറിയില്ല. ആവോ? എനിക്കറിയില്ല. ചെലപ്പോ അതേക്ക് ഒരു പുയു ഉണ്ടാവും. പുയു അല്ല, ഇനി ഫുഡ് പോയിസൺ ആയാലോ? ഇനി ഫുഡില്ല. ഇനി ഒരു കൊല്ലത്തേക്ക് ഫുഡില്ല. ഒക്കെ ഫുഡ് പോയിസൺ കാരണം ഞാൻ നിർത്തി വെച്ചു. പണി ഞാൻ നിർത്തി വെച്ചു. അല്ല, നിർത്തി വെക്കണ്ട, എന്നെ ഞാൻ പിരിച്ചു വിട്ടു. ഒരു പരി പോയി നിന്നെ പോർന്നു. സന്തോഷം കൊണ്ട് എനിക്ക് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ വിശേഷം. പുറത്ത് നല്ല മഴയാട്ടാ, അടിപൊളി മഴയാണ്. അറിഞ്ഞില്ലേന്ന് ഞാൻ. കൂട്ടി തന്നെ മടിയിൽ ഉറങ്ങായി പോയി, ഇല്ലെങ്കിൽ കാല് മടക്കി നിലത്തിട്ടു. അപ്പൊ ഗൈസ്, നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ ബൈ. എനിക്ക് ഫുഡ് പോയിസൺ ആയതുകൊണ്ട് അങ്ങനെ ഇല്ലല്ലോ. ഇനി ബാസിക്കാക്ക ഫുഡ് വാങ്ങി തരില്ല. ബാസിക്കാക്ക് സന്തോഷായി. എനിക്ക് ഇത്രയും കാലം ഫുഡ് വാങ്ങി തന്നിട്ട് ഇന്നെ കുറ്റം പറയാൻ തോന്നി. എനിക്ക് ഗൂഗിൾ പേ ഉണ്ട് പത്തോ? ഗൂഗിൾ പേ ഉപയോഗിക്കാൻ എനിക്കറിയോ? നോണ പറയരുത്. എന്നാ എന്റെ ഫോൺ അതില് ഗൂഗിൾ പേ എടുത്തേക്കാന്നെ ഇട്ടുകൊടുക്കും. പിച്ചുവിനൊരു നമ്പർ ഇട്ടുകൊടുക്കും, കാണട്ടെ. കയ്യിൽ പറഞ്ഞു കൊടുക്കണ്ട, 500 കിട്ടുന്ന കാര്യം അതുകൊണ്ട്. ഗൂഗിൾ പേ ഏതാ ആപ്പ്? ഇവ പോണോ 500 കിട്ടാൻ വേണ്ടിട്ട് ഇഞ്ചി കാട്ടിക്ക. എനിക്കറിയാം, സംഭവിച്ചു. അറിയാം. ഗൂഗിൾ പേ എടുത്തരൂലെന്ന് പറയാ. അതെ, ഇപ്പൊ തന്നെ എന്റെ ചെലവ് താങ്ങണില്ല. അതിന്റെ അടിയിൽ കൂടെ ഇപ്പൊ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഞാൻ അറിയാതെ നിന്റെ അക്കൗണ്ടിൽ എന്റെ അക്കൗണ്ട് എപ്പാ പാപ്പാക്ക് വിളിച്ചപ്പോ മൂപ്പർക്ക് അതേ പറയാനുള്ളൂ. അവളെ ചെലവ് ഭയങ്കര ചെലവാണ്, ഇത് നോക്കി ജീവിച്ചോണ്ടിട്ടാവളെ, എനിക്ക് താങ്ങൂല എന്നൊക്കെ പറയാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഞാന് ഒരു ഷോപ്പിൽ പോയ 10 ഷഡ്ഡി എന്തിനാണോ എനിക്കറിയില്ല. ഇതൊക്കെ അതിന്റെ മറുപടി ഞാൻ വ്ലോഗ് ആയതുകൊണ്ട് പറയണില്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഓക്കെ, ബാക്കി പറഞ്ഞോ. 2 ട്രൗസർ, ഒരു കുപ്പായം വാങ്ങി വരും. പക്ഷെ ഉണ്ടാക്കണ്ട, കുട്ടി എണീക്കും. അപ്പൊ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാതെ ബൈ.